പ്രിയ ഉദ്യോഗാർത്ഥികളെ, മറ്റൊരു തൊഴിലവസര വാർത്തയുമായാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ പൊതുമേഖലാ ബാങ്കുകൾക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴിച്ചുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കുള്ള ക്ലറിക്കൽ തസ്തികകളിലേക്കുള്ള വേക്കൻസികൾക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൻ്റെ ക്യുക്കായിട്ടുള്ള, വളരെ പെട്ടെന്നുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്നു മുതൽ ഓഗസ്റ്റ് 1, 2026 ഇന്നു മുതൽ 21-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. IBPS.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അപേക്ഷ സമർപ്പിക്കുക. പ്രിലിമിനറി, മെയിൻസ് പരീക്ഷകളാണ്. ക്ലറിക്കൽ എക്സാമിനേഷന് ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ മെയിൻസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കാർഡ് കിട്ടും. 2027 മാർച്ച് മാസത്തിൽ ഒരു ജോബ് കാർഡ് കിട്ടാനുള്ള അവസരമാണ്. ഇതുതന്നെയാണ് ബാങ്ക് പരീക്ഷകളുടെ പ്രത്യേകതകളും. ഇതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ ബാങ്ക് പരീക്ഷകൾ അവർക്ക് സ്വീകാര്യമാകുന്നതും. എന്ന് ജോലി കിട്ടുമെന്നത് സുനിശ്ചിതമാണ്. 2027 മാർച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ജോബ് കാർഡ് കിട്ടും. പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസമാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ സമയമുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം ധാരാളമാണ് പ്രിലിമിനറിക്ക്. വീണ്ടും 2 മാസത്തോടെ കിട്ടും നമുക്ക് മെയിൻസിന്. അത് ഡിസംബർ 2026 അതിൽ നല്ല സ്കോർ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് മാസം 2027 ജോലി കിട്ടും. അതാണ് ഉറപ്പ്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഒരു മത്സര പരീക്ഷയാണ്. മത്സരബുദ്ധിയോടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പിക്കാനാകും. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. പൊതുവിൽ പലർക്കും സംശയമുള്ളതാണ്. ഞാൻ ബിടെക്കുകാരനാണ്, ബിടെക്കുകാരെ ബാങ്ക് എടുക്കുമോ, അല്ലെങ്കിൽ BA കാരനാണ്, എനിക്ക് പറ്റുമോ? അങ്ങനെയല്ല. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതുപോലെ ഏജ് എന്ന് പറയുന്നത്, ഇത് ഗ്രാജുവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് അപേക്ഷയിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് രേഖപ്പെടുത്താനാകണം. ഇനി ഇപ്പോൾ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക, പരീക്ഷ എഴുതുക. അല്ലെങ്കിൽ തന്നെ തൊട്ടുപുറകെ അടുത്ത പരീക്ഷ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലർക്കിൽ വരുന്നുണ്ട്, RRB ക്ലർക്കും ഓഫീസറും വരുന്നുണ്ട്. അപ്പോൾ ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. ഏജ് 20-28 ആസ് ഓൺ ടുഡേ. മിനിമം 20 വയസ്സ് തികഞ്ഞിരിക്കണം. മാക്സിമം 28 വയസ്സ് കഴിയാനും പാടില്ല. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC, എക്സ് സർവീസ്മാൻകാർ, ഈ കാറ്റഗറിക്കാർക്ക് ഗവൺമെൻറ് അനുവദനീയമായ ഇളവുകളും ലഭ്യമാണ്. പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉള്ള കണക്ക്, ഇംഗ്ലീഷ്, റീസണിങ് എന്നിവയാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക്. മെയിൻസ് വരുമ്പോൾ ഇത് കൂടാതെ ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി എന്നൊരു ടോപ്പിക്കൂടെ വരും. നല്ലതുപോലെ പഠിക്കുക. ICDക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുണ്ട്. ക്ലാസ്സുകൾ ICD ലഭിക്കാനായി ICDയുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 7994607994. നന്നായി പഠിക്കുക, വിജയം ഉറപ്പുവരുത്തുക. 2027 നിങ്ങളുടെ കയ്യിൽ ജോബ് കാർഡ് കിട്ടുന്ന ഒരു വർഷമാകട്ടെ. മേ ഗോഡ് ബ്ലസ്.